കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴക്കുഞ്ഞിപ്പന്റെ കൈയടത്തപ്പോ കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ട ചോരയ മോത്തോടിച്ചു. അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാണ്. പറപ്പിച്ച് വീട് പാപ്പാന്നറിയും മിണ്ടാരിടാ ഓടുന്നതന്നെ വാങ്ങി. യമകിങ്കരൻ രുദ്രപ്രിയൻ വടിവാളിനാൽ മുടിച്ചീകിടും തലക്കൊയ്യിടും ഒരു ഹോബിയാ. രുദ്രപ്രിയ എന്ന് പറഞ്ഞാല് ബ്ലഡ് ഓർ ദ കളർ റെഡ്. ചോര മോത്തെറിച്ചത്. നമ്മൾ തുടങ്ങിയത് പാസ്റ്റ് ടൈം ലൈൻ വെച്ചിട്ടാണല്ലോ. അപ്പൊ ഈ അറക്കലപൂലേക്ക് എത്താനുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട്. കുതിരസവാരിയും കാര്യങ്ങളൊക്കെയാണ് ഈ പാസ്റ്റ് ടൈം ലൈനില്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു രക്ഷ എത്ര പെട്ടെന്ന് നേടാനുള്ള ഒരു ഇത് കൂടെയായിരുന്നു. പഴയ ടൈം ലൈനിലും ഇവര് മറ്റേ പടത്തലവനും മഹാരാജാവും സേനാപതിയൊക്കെയാണ്, പക്ഷെ മണ്ടന്മാരാണ്. പ്രസന്റ് ടൈം ലൈനിൽ എന്ത് മണ്ടത്തരമുണ്ട് ആ മണ്ടത്തരം ആ ടൈം ലൈനിലും അവർക്ക് ഉണ്ട്. ശരിക്കും ആ സെക്കൻഡ് പാർട്ട് സജസ്റ്റ് ചെയ്തത് സഹിച്ചേട്ടനാണ്. വിജയ് ബാബുയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം അത് പറഞ്ഞോ? ഉറപ്പായിട്ടും ഇവരൊക്കെ അത് മറന്നിരിക്കുന്നു. ഞാനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോ കേട്ട് കാണും. ആട് 3 പാർട്ട് 1 എന്ന് താഴെ എഴുതിയിട്ടുണ്ടായി. അപ്പൊ ഇനി പാർട്ട് 2 ഉണ്ട്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതിനെപ്പറ്റി ഒരു പാർട്ട് 2 ഉണ്ടെന്നുള്ളത്. ഇത് ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും അതിന്റെ പാർട്ട് 1 എന്ന് എഴുതി കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് അപ്പം പാർട്ട് 2 ഉണ്ടോ? ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ കാത്തിരുന്ന് കണ്ട ഒരു ട്രെയിലറാണ് നമ്മുടെ ആട് 3യുടെ ട്രെയിലർ. ആ ട്രെയിലറിൽ ഒരു ഡയലോഗ് പറഞ്ഞ് തുടങ്ങാൻ പോവാണ്. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് ഇട്, നമ്മുടെ അറക്കൽ അബുവിന്റെ ഡയലോഗ്. അങ്ങനെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനിയാണ് നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങാൻ പോണത്. മ്യൂസിക് ഇട്. വി ഹാവ് സൈജു കുറൂബ്. വെൽക്കം ടു ക്ലബ് എഫ്എം. എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ആട് 3 എന്ന് പറയുമ്പോൾ അത് വെറൊരു ആടല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ടെൻഷനും ഉണ്ട്. അത് ഈ പടങ്ങൾ റിലീസാകുമ്പോൾ ഉള്ളൊരു ടെൻഷൻ തന്നെയാണ്. പക്ഷെ ആടാവുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കുറച്ച് ടെൻഷൻ കൂടും. കാരണം ഇത്രയും ഹൈപ്പും ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെടുന്ന 2 സീക്വലിന്റെ പിന്നെ 3ാമത്തെ ഒരു സീക്വൽ വരുവാണ്. അപ്പോൾ ആൾക്കാരുടെ പ്രതീക്ഷയുടെ ആ ലെവലിലേക്ക് നമ്മൾ എത്തുമോ ഇല്ല എന്നുള്ളൊരു ജിജ്ഞാസ ഉണ്ടല്ലോ. അപ്പം അത് കാരണമുള്ളൊരു ടെൻഷനാണ്. ബട്ട് ഐ ഡെഫിനറ്റ്ലി ബിലീവ് ദാറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണ്. ഹൈപ്പിന് അനുസരിച്ച് തന്നെ നമ്മൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ് എനിക്ക്. ഹൈപ്പ് ഇങ്ങനെ കൂടിയിട്ടില്ല. കാരണം ആട് 1 എന്ന് പറയുമ്പോൾ ഇപ്പം യൂഷ്വലി എല്ലാവരും പറയുന്ന സാധനം തന്നെയാണ്. ഒരു ഫ്ലോപ്പായ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് തേർഡ് പാർട്ടും. ഹൗ ഇസ് ദിസ് പോസിബിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിക്കും ആ സെക്കൻഡ് പാർട്ട് സജസ്റ്റ് ചെയ്തത് സഹിച്ചേട്ടനാണ്. വിജയ് ബാബുയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം അത് പറഞ്ഞോ? ഉറപ്പായിട്ടും. ഇവരൊക്കെ ഇത് മറന്നിരിക്കുന്നു. ഞാനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ കേട്ട് കാണും. എനിക്ക് വന്നു ഞാനിപ്പോൾ ഈയിടെ 2 തരത്ത് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം അത് ഓർത്തെടുത്ത് പിന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ശരിക്കും സഹിച്ചേട്ടനാണ് വിളിച്ച് ആട് 2 എടുത്താലോ ചോദിച്ചത്. അതെ അതെ അതെ. വാവ്, ഇല്ലായിരുന്നെങ്കിൽ പടം ഉണ്ടാവില്ലായിരുന്നു. ഇല്ല, ഇല്ലെങ്കിൽ ചിലപ്പം ഒരു ചെയ്യുമായിരിക്കും. പക്ഷെ ആ സമയത്ത് ഒരു പ്ലാനിങ് തുടങ്ങൂലായിരിക്കും. കമോൺ, അറക്കൽ അബുയുടെ കാരണമാണ് നമുക്ക് ആട് 2 കിട്ടിയത്. ഓക്കെ, അപ്പൊ പറ, ആട് 3 ആരാ സജസ്റ്റ് ചെയ്തത്? ആട് 3 സെക്കൻഡ് ആട് ഹിറ്റായപ്പോൾ തന്നെ നമുക്ക് പറയാണ്ട് തന്നെ അറിയാമായിരുന്നു തേർഡ് പാർട്ട് വരുമെന്ന്. പക്ഷെ അത് എന്ന് വരുമെന്നുള്ളതായിരുന്നു. 2017 ഡിസംബറിലാണ് റിലീസായത് ആട് 2. അതിനുശേഷം പിന്നെ മിഥുൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഈ കോവിഡും ഒക്കെ 2020 തുടങ്ങിയല്ലോ. പിന്നെ അത് വീണ്ടും വച്ചു. പിന്നെ മിഥുൻ വേറെ പടങ്ങൾ ചെയ്തു. ഫ്രൈഡേ ഫിലിം ഹൗസ് വേറെ പടങ്ങൾ ചെയ്തു. ഞങ്ങൾ ആക്ടേഴ്സൊക്കെ വേറെ പടങ്ങളിൽ ഇൻവോൾവ് ആയി. അങ്ങനെ പിന്നെ ഇപ്പോഴാണ് കറക്റ്റ് സമയം ആയത്. 2025 നമുക്ക് തുടങ്ങാൻ പറ്റിയത്. അങ്ങനെ 2026 മാർച്ച് 19 നമ്മൾ തിയേറ്റേഴ്സിലേക്ക് എത്തുന്നു. പടം പൊളിക്കാൻ പോവാണ്. പൊളിക്കണം. അറക്കൽ അബു ആദ്യമായിട്ട് ആട് വന്നപ്പോൾ അറക്കൽ അബു അയക്കാം എന്ന് വിചാരിച്ച ആ ഒരു തിങ് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അത് എടുത്തത്? ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് എനിക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു. ഞാൻ ചാൻസ് ചോദിച്ചു. അങ്ങനെ എന്നെ ഒരു ഫിറ്റ് ചെയ്യുമായത് മിഥുൻ. അറക്കലബ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അത് ചിലപ്പം അത് ചേട്ടന് ചേർന്നേക്കും. അത് അപ്പം താടി മീശയൊക്കെ വളർത്തിക്കോ, എന്നിട്ട് ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞ്. അങ്ങനെ എനിക്ക് ഇപ്പം ബെഗേഴ്സ് കാൻ ബി ചൂസേഴ്സ് എന്ന് പറയുന്ന പോലെ എനിക്ക് അന്ന് വേറെ പടങ്ങളൊന്നുമില്ല. അപ്പോൾ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. എന്നെ ഇപ്പം ഒരു പർട്ടിക്കുലർ കഥാപാത്രത്തിനെ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് പറയുമ്പോഴത്തേക്കും എനിക്ക് എന്നെ അപ്രോച്ച് ചെയ്ത കഥാപാത്രത്തിനേക്കാളും ഇഷ്ടപ്പെടുന്ന വേറൊരു കഥാപാത്രം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, എന്നൊരു കഥാപാത്രത്തിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ പോയി അത് ചെയ്യുന്നു. പിന്നെ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. സ്വാഭാവികമായിട്ടങ്ങ് അവിടെ ചെന്ന കോസ്റ്റ്യൂമും പിന്നെ റോണക്സ് നമ്മുടെ മേക്കപ്പൊക്കെ ചെയ്ത് മറ്റേ മീശ പിരിച്ചു വെച്ച് ബുൽഗാനൊക്കെ വെച്ച്
ലെൻസ് ഫസ്റ്റ് ആളിൽ മാത്രമേ ലെൻസ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങ് അറക്കലബുവായി മാറി. എന്നാലും അപ്പൊ അങ്ങോട്ട് പോയി ചോദിച്ചതായിരുന്നല്ലേ? അതെ അതെ. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വിജയോട് ചാൻസ് ചോദിച്ചു. അങ്ങനെ വിജയ് മിഥുനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ മിഥുനെ വിളിച്ചു. അപ്പോൾ മിഥുൻ ആദ്യം പറഞ്ഞത് ചേട്ടൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിന് പറ്റിയ ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് ഇല്ല, ഇതിൻ്റെ അകത്തെല്ലാം ഗ്രാമീണരുടെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ എന്തോ മിഥുന് തോന്നി എനിക്കൊരു ഗ്രാമീണ ലുക്കില്ലെന്ന് ആ സമയത്ത് തോന്നി കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞ് ഒരു സംഭവം ഉണ്ട്, അതൊന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കഥാപാത്രം കേട്ടു. പിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല, ചില നമുക്ക് എന്തായാലും ജോലിയാണല്ലോ ആവശ്യം. അങ്ങനെ അറക്കലബു ചെയ്തു. പൊളി. എന്നിട്ട് പിന്നെ അത് ബാക്കി ചരിത്രം. വിന്നേഴ്സ് പോത്തുമുക്ക് എന്നാണ് നമ്മുടെ ടീമിന്റെ പേര് പടത്തില്. ആദ്യത്തേല് വടംവലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊരു 1.5 വടംവലിയായിരുന്നു. ഇനി ഈ പാർട്ടിലുണ്ടാ വിന്നേഴ്സ് പോത്തുമുക്കിന്റെ എന്തെങ്കിലും പരിപാടികൾ? വിന്നേഴ്സ് പോത്തുമുക്ക് എന്തായാലും നമ്മുടെ ക്ലബിന്റെ പേരാണ്. ക്ലബ് മെമ്പേഴ്സ് ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. ആ ഒരാൾക്ക് പകരം നമ്മൾ വേറൊരാളെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതെന്താ? ഇപ്പം നിലവിൽ വിനീത് എന്ന് പറഞ്ഞ ആളായിരുന്നു മൂങ്ങ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ആ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കഥാപരമായിട്ട് ഈ മൂങ്ങയുടെ അനിയൻ മൂസ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഇപ്പോൾ ഫുക്രു ചെയ്യുന്നത്. അപ്പോൾ ന്യൂ അഡീഷൻ ഇസ് ഫുക്രു. പിന്നെ അത് കൂടാണ്ട് വേറെ കുറച്ച് അഡീഷൻസ് കൂടെ ഉണ്ട്. വേറെ കഥാപാത്രങ്ങളൊക്കെ ഈ പാർട്ടിലുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഇപ്പം അക്ഷയ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആക്ടർ, അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് നമ്മുടെ ലാറ എന്ന് പറഞ്ഞൊരു കുട്ടി, പുള്ളി ഫോറിനറാണ്. നമ്മൾ ഇതിൽ കണ്ടില്ലേ ട്രെയിലറിൽ മറ്റേ സ്റ്റണ്ടൊക്കെ ചെയ്യുന്നത്, ഭയങ്കര രസമാണ് അവരുടെ സ്റ്റണ്ട് കാണാൻ. അപ്പോൾ അവരുണ്ട്. അങ്ങനെ കുറച്ച് പുതിയ കഥാപാത്രങ്ങളും ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു മാസ് മസാല കമേഴ്ഷ്യൽ ഫോർമുലയാണ് അടുത്ത്. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ആദ്യത്തെ ആ ഒരു 50 സെക്കൻഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ മലയാളത്തിലെ ബാഹുബലി, എനിക്ക് ട്രെയിലർ മാറിപ്പോയ എന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും 2 ടൈം ലൈൻ ഉണ്ടല്ലേ? ഓക്കെ. ആ കറക്റ്റ് 50 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജയസൂര്യയുടെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 2 ടൈം ലൈൻ എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾക്ക് പിന്നാടിയുള്ള കഥയാണ് അത്? നമുക്കൊരു 100 വർഷമോ 125 വർഷമോ, അതിന് കറക്റ്റ് ഒരു ഇതില്ല. പക്ഷെ എന്നാലും ഒരു മിനിമം 100 പിടിക്കുക. അതെ. ഇപ്പം ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടം എന്ന് പറയാൻ വേണമെങ്കിൽ ഇതൊരു കറക്റ്റ് ബ്ലെൻഡ് ഓഫ് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ടൈം ലൈനാണ്. കോമൺ ആയിട്ടുള്ള ഫാക്ട് എന്ന് വെച്ചാൽ പഴയ ടൈം ലൈനിലും ഇവർ മറ്റേ പടത്തലവനും മഹാരാജാവും സേനാപതിയൊക്കെയാണ്, പക്ഷേ മണ്ടന്മാരാണ്. പ്രസന്റ് ടൈം ലൈനിൽ എന്ത് മണ്ടത്തരമുണ്ട് ആ മണ്ടത്തരം ആ ടൈം ലൈനിലും അവർക്ക് ഉണ്ട്. സൈചേട്ടൻ ഇപ്പം ഒരുപാട് സിനിമകൾ ചെയ്തു, ഏകദേശം 100 കൂടുതൽ സിനിമകളിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ലീഡ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ കോമഡിയനായിട്ട് ചെയ്തിട്ടുണ്ട്, സീരിയസ് ക്യാരക്ടറിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു 4 എണ്ണം ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമോ, 4 സബ്ജക്റ്റായിട്ട്? അതിന് അണ്ടറിൽ വരുന്ന ഒരെണ്ണം പറയാം. ഫസ്റ്റ്, ഈ 100 കൂടുതൽ സിനിമകളിൽ സൈചേട്ടൻ ചെയ്തേക്കണ 1 സിനിമ ദാറ്റ് ചേഞ്ച്ഡ് യുവർ കരിയർ. ചേഞ്ച്ഡ് മൈ കരിയർ സിനിമയിൽ വന്നതിന് ശേഷം ചേഞ്ച്ഡ് മൈ കരിയർ ആണെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജ്, ഷിബു വള്ളൻ എന്ന് പറയുന്ന ക്യാരക്ടർ. That really changed my career. അപ്പോൾ അത്രയും നാളും ചെയ്ത സിനിമകളിൽ നിന്ന് പിന്നീട് വന്നപ്പോൾ എന്ത് മാറ്റായിരുന്നുണ്ടായ? ഞാൻ ആദ്യമായിട്ട് ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്യുന്നത് അതിലായിരുന്നു. അതെ. അത് ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഹ്യൂമർ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്ന ഒരു കഥാപാത്രം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ട്രിവാൻഡ്രം ലോഡ്ജിലാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചും ഓഡിയൻസിനെ സംബന്ധിച്ചും നോക്കുവാണെങ്കിൽ അതൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു. എന്നിന്നത് ആൾക്കാർ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. എന്നോട് പലരും പറയാറുണ്ട്, ചില ട്രിവാൻഡ്രം ലോഡ്ജ് വന്നപ്പോഴാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം ചേട്ടൻ മറ്റേ കാവ്യമുണ്ടും ഒരു ജുബ്ബയൊക്കെ ഇട്ടിട്ട് കുറ്റിത്താടിയും കുറ്റിമീശയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ആള്. മറ്റേന്ന് വെച്ചാൽ ക്ലീൻ ഷേവ് ആയിട്ട് ഇന്നൊക്കെ ചെയ്ത് മറ്റേ എക്സിക്യൂട്ടീവ് ലൈനിൽ നടക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മുടെ ആളാന്നുള്ളൊരു, അതെ അങ്ങനെ ഒരു ഫീല് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് ആണ്. സൈചേട്ടനാണെങ്കിലും അത്രയും നാളും സീരിയസ് റോൾ ആണല്ലോ ചെയ്തത്. എനിക്ക് കോമഡി ചെയ്യാൻ പറ്റുമോ എന്ന് ആ പടം കഴിഞ്ഞപ്പോൾ തോന്നിയായിരുന്നു? അതോ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കോമഡി ചെയ്യണമെന്ന്? കോമഡി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ നമുക്ക് പലപ്പോഴും ആഗ്രഹിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അത് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം എൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം പറഞ്ഞു, നീ കോമഡി ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്താൽ നിനക്ക് കുറച്ചുകൂടെ സിനിമകളുണ്ടാവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് അച്ഛൻ പറഞ്ഞ കാര്യം. അപ്പോൾ അച്ഛൻ എക്സാമ്പിൾ പറഞ്ഞത് സലീം കുമാർ, സുരാജ് വെഞ്ഞാറമ്മൂട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു 2005-2010 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവർ ഭയങ്കര പോപ്പുലർ ആക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, ഇവർക്ക് എല്ലാവർക്കും മിക്കവാറും സിനിമകളിലൊക്കെ ഇവരുണ്ട്. ഞാനാണെങ്കിൽ വർഷത്തിൽ 1-2 സിനിമകൾ മെയിൻ സ്ട്രീം സിനിമാസിൽ മാത്രമേ ഞാൻ വരുന്നുള്ളൂ.
അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോഴും അറിയായിരുന്നു എനിക്കിത് ഫലിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ എന്തോ കാരണവശാൽ VKPക്കും അനൂപ് മേനോനും ഭയങ്കരമായിട്ട് എന്നിൽ ആ ഒരു വിശ്വാസം എങ്ങനെയോ ദൈവം തോന്നിച്ച അങ്ങനെ അവരെന്നെ കാസ്റ്റ് ചെയ്യുകയും അത് ക്ലിക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ചെറിയ കോൺഫിഡൻസ് വന്നു. അപ്പം അതിൻ്റെ പുറകെ പിന്നെ വെടിവഴിപാട് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അതും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ പുറകെയാണ് പിന്നെ നമ്മുടെ ആട് 1 വരുന്നത്. അപ്പോൾ അതും വെൽ റിട്ടൺ ആൻഡ് വെൽ മെയ്ഡ് ആയിരുന്നു. സോ അങ്ങനെ പിന്നെ കോമഡി ചെയ്യാൻ വേണ്ടി തുടങ്ങി ഞാൻ. ഇപ്പോൾ കോമഡിയാണ് ഇഷ്ടം, സീരിയസ് ആണ് ഇഷ്ടം? എനിക്ക് സീരിയസ് ആണ്, എന്നും എനിക്കിഷ്ടം സീരിയസ് ആണ്. ബിക്കോസ് സീരിയസ് ആകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ലൊക്കേഷനിലേക്ക് രാവിലെ പോകുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അവിടെ ചെന്ന് ഡയലോഗ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. മറ്റേത് ഡയലോഗും പഠിക്കണം, പിന്നെ ഇത് വർക്കൗട്ട് ആകുമെന്നുള്ള ടെൻഷനും, പിന്നെ ഇത് ഇപ്പോൾ ഈ സീരിയസ് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ചെറിയൊരു ലാഗൊന്നും വലിയ വിഷയമല്ല, അത് നമുക്ക് ഭയങ്കരമായിട്ട് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഹ്യൂമറിൻ്റെ ടൈമിങ്ങിൽ നമ്മൾ ആ ഡയലോഗ് അടിച്ചില്ലെങ്കിൽ അത് ചീലായിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ നോർമലായി പോകും. ചിരി വരേണ്ട സ്ഥലത്ത് ചിലപ്പോൾ ഓഡിയൻസ് ഇരിക്കില്ല. പക്ഷെ അത് ഒരു റൈറ്റർ അത് എഴുതിയിരിക്കുന്നത് അവിടെ ഹ്യൂമർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ടൈമിങ്ങിൽ നമ്മൾ പറയണം. ഡെഫിനറ്റ്ലി. ഞാനൊരു ഇന്റർവ്യൂവിൽ വിജയ് ബാബു പറഞ്ഞ കണ്ടാണ്, ബാക്കി എല്ലാവരും ഈ സംഭവം നമ്മൾ കോമഡി ചെയ്യുമ്പോൾ ഡയലോഗ് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഇറക്കണമല്ലോ. അപ്പൊ ഇവരെല്ലാവരും ഓൾറെഡി ഭയങ്കര പ്രൊഫഷണൽ ആണ് ഈ കാര്യത്തിൽ. ഇപ്പൊ ധർമ്മജൻ ആണെങ്കിലും ജയസൂര്യ ഇവരൊക്കെ ചെയ്യും. അപ്പോൾ സൈചേട്ടനാണെങ്കിൽ പക്ഷേ എന്ത് ചെയ്യുന്ന വെച്ചാൽ സൈചേട്ടൻ അങ്ങനെ ചെയ്യില്ല. സൈചേട്ടൻ സ്മാർട്ട് വർക്കാണ്. സൈചേട്ടൻ വന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കും, ഡാർലിങ് ഞാനിപ്പോൾ ഈ ഇങ്ങനൊരു ഡയലോഗ് ഉണ്ട്, ഇപ്പോൾ ഇതിൽ ഞാൻ എന്തിടുന്നത്, ഓക്കെ അത് നോട്ട് ചെയ്യും. എന്നിട്ട് അടുത്ത ഇതിൽ പോവും, അത് ഓക്കെ കണ്ടു, അത് നോട്ട് ചെയ്യും. അടുത്ത ധർമ്മജൻ്റെ അടുത്ത് പോവും, അടുത്ത ആളുടെ അടുത്ത് പോവും. അങ്ങനെ ഓരോരുത്തരുടെ പോയി നോട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ നോക്കിയിട്ട് ഓക്കെ ഇത് കൊള്ളാം, എന്നിട്ട് അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ അണ്ടറിൽ കമൻസ് വെച്ചപ്പോൾ എല്ലാവരും അതാണ് സ്മാർട്ട് വർക്ക് ഓൺലി എന്ന് പറഞ്ഞിട്ട് ഫുൾ അങ്ങനെ കമൻസ്. അപ്പം ശരിക്കും അങ്ങനെ തന്നെയാണ്. അത് ശരിയാണ്, അത് ഒരു പരിധിവരെ അല്ല, അത് വളരെ കറക്റ്റാണ്. ഞാനതാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്കിപ്പോൾ ഒരു സാധനം ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ചോദിച്ച് ഹെൽപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിപ്പം ആരാന്നുള്ളതല്ല, അതിപ്പോൾ സംവിധായകനായിരിക്കാം, റൈറ്ററായിരിക്കാം, പ്രൊഡ്യൂസറായിരിക്കാം, ആ പടത്തിലെ ഹീറോ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സീനിൽ വന്ന് അഭിനയിക്കുന്ന ഒരു ആക്ടർ ആയിരിക്കാം. അങ്ങനത്തെ ഉള്ള എനിക്കൊരു ഒരു വ്യത്യാസവും ഇല്ല ആ കാര്യത്തിൽ. ഞാൻ ആരോടും ഞാൻ ഹെൽപ്പ് ചെയ്യിക്കും. കാരണം അത് ആ സിനിമയ്ക്കും കൂടെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഡെഫിനറ്റ്ലി എൻ്റെ കഥാപാത്രത്തിനും അത് ഗുണം ചെയ്യും. അതിന് തന്നെയാണത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ ആടിലാണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത്. കാരണം ആടിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് സാധനങ്ങൾ കയറ്റാൻ പറ്റും. പിന്നെ വേറെ സിനിമകളിൽ ചിലപ്പോൾ അത്രയും സ്പേസ് കാണില്ല, കുറച്ച് സ്പേസേ കാണുള്ളൂ. അപ്പോൾ ആ സ്പേസിൽ ഞാൻ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പടയോട്ടം എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില ഏരിയാസിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ കയറ്റിയാൽ കൊള്ളുന്നുണ്ട്. അപ്പം ജയസൂര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സൈജു ഞാൻ അഭിനയിക്കുന്ന പടം മാത്രമല്ല കേട്ടോ, സൈജു ഇപ്പോൾ ഞാനില്ലാത്ത പടത്തിലും സൈജു അഭിനയിക്കുന്നുണ്ടല്ലോ, സൈജുവിന് എന്തെങ്കിലും ഐഡിയാസ് വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്ന്. അത്രയും ഭയങ്കര വലിയ മനസ്സുള്ളൊരു ആളാണ് ജയസൂര്യ. ഇപ്പോൾ ജയസൂര്യ ഞാൻ പടയോട്ടത്തിൻ്റെ സമയത്ത് ഞാനൊരു എക്സാമ്പിൾ പറയാം, പടയോട്ടം ഞാൻ പല പടത്തിനും വിളിച്ചിട്ടുണ്ട്. പടയോട്ടത്തിൻ്റെ സമയത്ത് ഞാൻ വിളിച്ചിട്ട് അപ്പോൾ പുള്ളി ഡബ്ബിങ്ങിലാണ്. പുള്ളി എൻ്റെ ഫോൺ എടുത്തിട്ട് സൈജു അപ്പോൾ എനിക്ക് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി, ഒരു സ്വകാര്യം പോലെ പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബിസിയാണോ നിങ്ങൾ, ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല, ഞാൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് കേൾക്കണേ. ശരി. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 5 ഓപ്ഷൻസാണ്. ഞാൻ സിറ്റുവേഷൻ ആണ് മെസ്സേജ് ഇരിക്കുന്നത്, എനിക്ക് അവിടെ എന്തെങ്കിലും പറയണം, എന്താ പറയാൻ പറ്റുക, എൻ്റെ കഥാപാത്രം ഇതാണ്. ഒരു 5 ഓപ്ഷൻസാണ് പുള്ളി എനിക്ക് അയച്ചു തന്നെ. ഇങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. എന്നിട്ട് ഞാൻ എൻ്റെ അകത്തൊരു ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, അങ്ങനെ ആ സാധനം ഞാൻ അവിടെ കാച്ചിയായിരുന്നു. അപ്പം ഹെൽപ്പ് ചോദിക്കുന്നതിൽ നമ്മൾ മടി വിചാരിക്കണം. വെച്ചാൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ലൈഫിൽ. ഈ പറഞ്ഞ സിനിമകളിൽ ഏത് സിനിമയാണ് ദാറ്റ് ഈസ് വെരി അണ്ടർ റേറ്റഡ് എന്ന് സൈചേട്ടന് തോന്നിയത്? അണ്ടർ റേറ്റഡ് ഒന്ന് ഡെഫിനറ്റ്ലി ആട് 1. പക്ഷേ പിന്നെ അത് മാറി. അതിൻ്റെ ഒരു ഇത് തിയേറ്ററിൽ അണ്ടർ റേറ്റഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ കേൾട്ടൻ 10 അങ്ങനത്തെ ഒരു സിനിമയാണ്. അത് കുറച്ചുകൂടെ വർക്കൗട്ട് ആവേണ്ട സിനിമയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് തിയേറ്ററിൽ. ഭരതനാട്യം എനിക്ക് കുറച്ചുകൂടെ വർക്കൗട്ട് ആകേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിനിമകളാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അത് ഒരു അക്സെപ്റ്റൻസ്, അതൊരു ഹിറ്റ് സിനിമയായിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ളൊരു സിനിമ ആവേണ്ടതായിരുന്നു. അതൊരു അണ്ടർ റേറ്റഡ് സിനിമയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ സെയിം സിനിമകളിൽ ഏത് സിനിമയാണ് ദാറ്റ് ഈസ് യുവർ ഫേവറേറ്റ്? എൻ്റെ ഫേവറേറ്റ് എന്നും എൻ്റെ ഫസ്റ്റ് മൂവിയാണ് മയൂഖം. ഡെഫിനറ്റ്ലി അതായിരിക്കും എന്നും എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ട്. ബിക്കോസ് ഒരുപക്ഷെ ചിലപ്പോൾ മയൂഖത്തിൽ ഞാൻ ഒരു സീനിലായിരിക്കും
ആയിരുന്നു അഭിനയിച്ചെന്ന് വിചാരിക്കുക. പിന്നെ ഞാൻ പോയി ഒരു 10-15 സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ വലിയ കഥാപാത്രങ്ങൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെയായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ചോയ്സ് മാറിയേനെ. പക്ഷേ ഇത് ഫസ്റ്റ് പടത്തിൽ തന്നെ ഒരു ഹീറോയ്ക്ക് എന്തൊക്കെയാണ് സാധ്യതകളുള്ളത് അതെല്ലാം ആ സിനിമയിൽ ആ കഥാപാത്രത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല പാട്ടുകൾ, അതായത് ഇവിടുത്തെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സാണ് യേശുദാസ് സാറ്, MG ശ്രീകുമാർ സാറ്, ജയേന്ദ്രൻ സാറ്. ഇവരുടെയൊക്കെ പാട്ടിലാണ് ഞാൻ ലിപ്സിങ് ചെയ്തിരിക്കുന്നത്. ഇതിനേക്കാളും അപ്പുറം എനിക്ക് എന്താ വേണ്ടത്? ആദ്യത്തെ പടത്തിൽ തന്നെ. പിന്നെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡും ആൻറ്റി ഹീറോയാണ്. സെക്കൻഡ് ഹാഫിൽ ഹീറോയെ മാറുവാണ്. 2 ഹീറോയിൻസ്. ഓക്കെ, ഇത് കൂടുതൽ എന്താണ് അല്ലേ? പിന്നെ ഒരു ലെജൻഡറി ഡയറക്ടർ ഹരിഹരനെ പോലത്തെ ഒരാൾ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. പിന്നെ KRG സാറിനെ പോലത്തെ ഒരു വലിയ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ, ബോംബെ രവി മ്യൂസിക്. സോ അതൊരു ഭയങ്കര സ്വപ്നതുല്യമായ ഒരു തുടക്കമായിരുന്നു. അതെ അതെ. അപ്പോൾ അതാണ് എപ്പോഴും ഫേവറേറ്റ്. ഓക്കെ, ഈ സിനിമകളിൽ തന്നെ ഒരു സിനിമ ദാറ്റ് യു വിൽ വാച്ച് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന പടം? ഞാൻ ഭരതനാട്യം അഭിലാഷം റിപ്പീറ്റഡ്ലി കുറേ കണ്ടിട്ടുണ്ട്. അഭിലാഷിനെ പറ്റി ഞാൻ പറയുന്നില്ല, ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അഭിലാഷം ഇങ്ങനെ വീണ്ടും വീണ്ടും കാണുന്നത് കരച്ചിൽ വരും. അഭിലാഷം ആക്ച്വലി അല്ല, എനിക്ക് പിന്നെ അങ്ങനെ കരച്ചിൽ വരില്ല. ബിക്കോസ് ഞാനുള്ള അഭിനയിച്ചത് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായി. അത് ആ ഇമോഷണൽ ആയതിൻ്റെ കാരണം ആ സീൻ കണ്ടത് കൊണ്ട് മാത്രമല്ല, ഓഡിയൻസിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് കണ്ടപ്പോൾ എനിക്ക് അതും കൂടെ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഇമോഷനും കൂടെ എൻ്റെ ഉള്ളിലേക്ക് കയറി ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ ഈ 2 സിനിമകളാണ് ഞാൻ ഈ അടുത്ത് എൻ്റെ സിനിമകൾ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. പിന്നെ അതിനു മുമ്പ് പല ഇപ്പം ആട് 2 അല്ലെങ്കിൽ ആട് 1, കേൾട്ടൻ 10, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, പോക്കിരി സൈമൺ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഇതിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സിനിമകളിൽ ഏത് സിനിമയിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് വന്നൊരു പടം? അഭിനയിക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തത് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. പയ്യന്നൂർ സ്ലാങ് കുറച്ചധികം വെള്ളം കുടിപ്പിച്ച സ്ലാങ് ആണ്. അതുമാത്രം ഞാൻ അത്യാവശ്യം എല്ലാ ദിവസവും ടെൻഷൻ അടിച്ച് മറ്റേ 10ാം ക്ലാസ്സിൻ്റെ ബോർഡ് എക്സാം എഴുതുന്ന എക്സാമിൻ്റെ തലേദിവസമുള്ള ടെൻഷനില്ലേ, അതേപോലെയായിരുന്നു അവിടെ ഫുൾ ഒരു മാസം. എല്ലാ ദിവസവും ടെൻഷനാണ്. ഇപ്പോൾ നാളെ കടിച്ചാൽ പൊട്ടാത്ത എന്ത് വാക്കാണ് എനിക്ക് പറയേണ്ടത്. അതിലൊന്നും സിങ് സൗണ്ടും കൂടെ ആയിരുന്നു, പ്രോംപ്റ്റിങ്ങും പറ്റില്ല. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. സിങ് സൗണ്ട് ആയിരുന്നു. ഓക്കെ, പൊളി. നമ്മുടെ അറക്കൽ അബുവിൻ്റെ എൻട്രിന്ന് നമ്മളിപ്പം യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരണത് ഒരൊറ്റ ഡയലോഗുള്ളൂ. ഏതായിരിക്കും അറിയാലോ? കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കയ്യർത്തുമ്പ കട്ടച്ചോര മുതിർച്ച്. ഈ ഡയലോഗ് ഭയങ്കര ഹിറ്റായി പോയത് മാത്രമല്ല, ആരും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് സാധനമായി പോയി. ഇതൊരു കമൻ്റൊക്കെ ഞാൻ വായിച്ചതാണ്, ആദ്യമായിട്ടായിരിക്കും മാസ് സീൻ കഴിഞ്ഞിട്ട് ഒരാൾ ഇത്രയും നമ്മൾ ചിരിപ്പിക്കണേ എന്നുള്ളത്. ആ സീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ട്? അപ്പം അത് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഒരു തോന്നൽ എനിക്ക് അത് ചെയ്യുമ്പോഴുണ്ടായിരുന്നു. ഒന്നാമത് ഒരു 48 ഫ്രെയിംസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡയലോഗ് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇത് കത്തിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അതെ, ഭയങ്കര സ്ലോ മോഷനില്. അതെ. അപ്പോൾ എന്നോട് മിഥുൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, 2 തീപ്പൊട്ടിക്കൊള്ളി എടുത്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തീപ്പൊട്ടിക്കൊള്ളി ചിലപ്പോൾ അത് കെട്ടുപോകും. അപ്പോൾ 2 തീപ്പൊട്ടിക്കൊള്ളി വെച്ച് കത്തിക്കോ, നമ്മൾ സ്ലോ മോഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രോ ഉണ്ടെന്ന് ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഈ ഡയലോഗ് അറിയാം, കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കൈ അറുത്തപ്പോൾ എന്നുള്ള. പക്ഷെ അതിനുശേഷം പിന്നെ ഞാനിത് ഇങ്ങനെ ചുരുട്ട് വയ്ക്കുന്നു, ഇതിങ്ങനെ കത്തിക്കുന്നു, അതിങ്ങനെ കളയുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വലിക്കുന്നു. എന്താണ് ഇതിനെ വണ്ടി കയറ്റി ക്ലീറ്റസേ അത് പറയുന്നു. അത് ഭയങ്കര എന്താണ് രോമാഞ്ചം തന്നൊരു സാധനമാണ്. ആക്ച്വലി ആടിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ ഫസ്റ്റ് ആടിൻ്റെ വായിക്കുമ്പോഴത്തേക്കും എനിക്ക് എല്ലാ സീനിലും എനിക്ക് ഒരു ഡയലോഗുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ചറപറ ഡയലോഗാണ്, എനിക്ക് ഒരു ഡയലോഗ് മാത്രം. അപ്പോൾ എനിക്കൊരു പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ചാൻസ് വെച്ച് കയറിയതാണ്. അപ്പോൾ പിന്നെ ഈ ഇംപ്രൊവൈസേഷനൊക്കെ അന്ന് നമ്മൾ ഞാനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല, ആലോചിച്ചിട്ട് ചിലപ്പോൾ കിട്ടുകയില്ല ഇംപ്രൊവൈസ് ചെയ്യാൻ. പക്ഷേ ആ സമയത്ത് മിഥുനും നമ്മുടെ ജയനും ഒക്കെ ജയസൂര്യയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് എൻ്റെ ക്യാരക്ടറിന് ഡയലോഗ്സ് തന്നു. അതെ. അപ്പോൾ അങ്ങനെ ഷാജിയേട്ട ഇവിടെ എന്നൊക്കെ ഉള്ളത് ജയസൂര്യയുടെ സംഭാവനയാണ്. എന്നിട്ട് പുള്ളി അന്ന് എടുത്തും പറഞ്ഞായിരുന്നു, അങ്ങനെ ഇത് നോക്കിയോ, ഇനി ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ദാസനും വിജയൻ്റെ ഒക്കെ കുറേ ഡയലോഗ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, നമുക്ക് ഇതെന്താ നേരത്തെ തോന്നുന്നത് സമയമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സാധനമായിരിക്കും എന്ന് അന്ന് ജയൻ പറഞ്ഞു. അതെ. അപ്പോൾ അന്ന് ട്രോളൊന്നും അങ്ങനെ ഒരുപാട് വരുന്ന സമയമായിരുന്നില്ല.
പക്ഷെ എന്നിട്ടും പുള്ളി അത് പറഞ്ഞു. അതേപോലെ സംഭവിച്ചു. അതെ, കറക്റ്റ്. ഇപ്പൊ ഈ ഡയലോഗുകളുടെ കാര്യം പറയുമ്പോൾ ആടിലെ കുറെ ഡയലോഗുകൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ, ഷാജിയേട്ടാ ഇവളെ അങ്ങ് ആ സാധനം. അതുപോലെ തന്നെ ബ്ലഡി ഗ്രാമവാസീസ് ആ ഡയലോഗ്. പിന്നെ പറപ്പിച്ച് വീട് പാപ്പാ മിണ്ടാരിടാ ഓടുന്നതന്നെ മതി. ഇതൊക്കെ നമ്മൾ ഡെയിലി പറയേണ്ട ഡയലോഗ്. നമ്മൾ വെച്ചാൽ കാറിലൊക്കെ വെറുതെ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ പറപ്പിച്ച് വീട് പാപ്പാ മിണ്ടാരിടാ ഓടുന്ന സാധനമൊക്കെ. വേറെ ഉണ്ട്, മറ്റേ ആംബുലൻസിന്റെ പുറകെ വേണ്ടി പറപ്പിച്ചു വിടാൻ വേണ്ടി പറയുമ്പോൾ അത് ആംബുലൻസ് ആണ്, അതിന്റെ പുറകെ പറപ്പിച്ച് ചിലപ്പോൾ അതിൻ്റെ അകത്ത് പോകേണ്ടി വരും. അങ്ങനത്തെ കുറെ സീൻ ഡയലോഗുകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡയലോഗുകൾ ഇതുപോലെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ സിനിമകളിൽ നിന്നെടുത്തത് യൂസ് ചെയ്തിട്ടുണ്ട്? എസ്പെഷ്യലി ആടിലെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ലാലേട്ടൻ്റെ ഒക്കെ ചില സിനിമകളുടെ ഒക്കെ, അതായത് പ്രത്യേകിച്ച് ദാസനും വിജയന്റെ നാടോടിക്കാട്ടിലെ ഡയലോഗ്സ് ഒക്കെ, പിന്നെ പവനായി ശേമമായി എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ഡയലോഗുകളൊക്കെ ആൾക്കാർ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണം നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുള്ള നമ്മുടെ മുമ്പ് വെച്ചൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അറക്കല് പൂന്നുള്ള വിളിയും കൈപ്പുഴ കുഞ്ഞപ്പൻ എന്ത് പറയുന്നു എന്നൊക്കെ ഉള്ള ചോദ്യത്തിലൊക്കെ അപ്പൊ നമുക്ക് കിട്ടും. ഓക്കെ, ഇവര് അതൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതെ അതെ അതെ. പിന്നെ സെക്കൻഡ് പാർട്ടിൽ കൈപ്പുഴ കുഞ്ഞപ്പൻ തിരിച്ചു നിന്നിട്ട് അവനൊരു അബദ്ധം പറ്റിയതാ കുഞ്ഞപ്പൻ മാമ സീൻസ് ആണ്. അതുപോലെയുള്ള ഡയലോഗുകൾ ആട് 3 ഉണ്ടാവും. ആട് 3 പിന്നെ ഇതിപ്പോൾ നമുക്ക് ഏതാണ് വർക്കാവുന്നത് എന്ന് അറിയില്ല. അപ്പോൾ ഡയലോഗ്സ് ഒക്കെ അത്യാവശ്യം രസമുള്ള ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് കണക്റ്റ് ആവുന്നത്, ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ഡയലോഗ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുക്കും. അങ്ങനെയൊക്കെ പല സിനിമകളിലും സംഭവിച്ചിട്ടുണ്ട്, ആടിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഓഡിയൻസിന് വേണ്ട സാധനം ഉണ്ട് ആട് 3-ൽ. അതെ അതെ അതെ. ഓക്കെ, അറക്കലബുവിന്റെ തീം സോങ്, ആ ഇൻട്രോ സോങ്, യമകിങ്കരൻ രുതിരപ്രിയൻ വടിവാളിനാൽ മുടിച്ചീകിടും തലക്കൊയ്യിടും ഒരു ഹോബിയാ, അതാണ് അറക്കലബുവിന്റെ ഹോബി. സൈറ്റേന്റെ ഹോബി എന്താ? ആക്ച്വലി നോക്കിയാലേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ഹോബിയൊന്നുമില്ല. എനിക്ക് പണ്ട് കുറച്ചുകൂടെ, ഇപ്പോൾ എൻ്റെ വൈഫ് പറയാറുണ്ട് കുറച്ചുകൂടെ സൈജു പണ്ട് സോഷ്യലായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങുന്നത് ഇഷ്ടമല്ല. ഇൻട്രോവേർട്ടല്ല, ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനും ഇൻട്രോവേർട്ടിസം ആണല്ലേ, അത് ഒരു ടൈപ്പ് ഓഫ് ഇൻട്രോവേർട്ടിസം ആണ്. പുറത്തിറങ്ങിയാലൊക്കെ സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈയിടെ കാലിക്കട്ട് ഷൂട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ പറയും ഷൂട്ടില്ലാത്ത ദിവസം ആരെങ്കിലും പരിചയക്കാരെ വിളിച്ച് അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് മീറ്റ് ചെയ്ത് പുറത്ത് എവിടെയെങ്കിലും കോഫി ഷോപ്പിൽ വെച്ച്. അപ്പോൾ എനിക്കാണെങ്കിൽ വേറെ 1-2 സീൻ പ്രിപ്പയർ ചെയ്യാൻ കാണും അടുത്ത ദിവസത്തേക്ക്. അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ എങ്ങാനും ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ക്രിക്കറ്റ് കാണുക. അപ്പോൾ ഇതൊക്കെ തന്നെ റൂമിലിരുന്നുള്ള പണിയാണ്. പക്ഷെ റൂമിലിരുന്ന് മുരടിക്കില്ലെന്നാണ് വൈഫ് ചോദിക്കുന്നത്. ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ പ്രകമ്പനം കാണാൻ പോവുകയാണ്. എൻ്റെ വൈഫിന് ഭയങ്കര സന്തോഷമായി. ഇറങ്ങിപ്പോ റൂമിൽ നിന്ന് ഇറങ്ങാം. ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അത് കഴിഞ്ഞിട്ട് സ്പാ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ഷൂട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഹരിത്തിൻ്റെ കൂടെ പോയി സ്പാ കാണാമെന്നാണ്. എന്താ ആലോചിക്കാൻ, എന്താണ്, ബുക്ക് ചെയ്യ്, പോയി കാണ്. അപ്പം അത്രയും എന്നെ പുറത്തേക്ക് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം അങ്ങനത്തെ ഒരു വലിയ ഹോബീസ് ഇല്ല. ഞാൻ ഐ എം ജസ്റ്റ് കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ പ്രൊഫഷൻ. ബാക്കിയുള്ളതെല്ലാം പണ്ടത്തെ പോലെ ഗാങ്ങായിട്ടിരുന്ന് സംസാരിക്കുക, അപ്പോൾ ആ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പം കുറച്ചുകൂടെ പണ്ടത്തേനേക്കാളും സീരിയസ് ആയി ഞാൻ എൻ്റെ ആക്ടിങ് വൈസ്. എന്ന് വെച്ച് ഞാൻ ഇപ്പോൾ ഒരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ കഥാപാത്രത്തിനെ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് പിന്നെ ഇത് പുറത്തേക്ക് എൻ്റെ പോകുന്നില്ല, അങ്ങനത്തെ ഒരു ആക്ടറല്ല കേട്ടോ. ഞാൻ ബേസിക്കലി ആ ടെമ്പററി ആ സമയത്ത് ഉള്ള എൻ്റെ ഇതേ ഉള്ളൂ. ആ കഥാപാത്രം മനസ്സിലാക്കി ആ സീൻ മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഡയലോഗ്സ് വലിയ ഡയലോഗ്സ് പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരെക്കാളും കുറച്ചുകൂടെ കൂടുതൽ സമയം വേണം, സമയം ചിലവാക്കേണ്ടി വരും ഒരു സീൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊക്കെയാണ് എൻ്റെ കൂടുതൽ കോൺസെൻട്രേഷൻ. അതെ. ഇനി കുറച്ച് കമന്റ്സ് വായിക്കാം, അതിനൊന്ന് റിയാക്ട് ചെയ്യാം. ഒരു കാലത്ത് ഇദ്ദേഹത്തെ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമില്ലാത്ത നടനായിരുന്നു. പക്ഷെ ഇപ്പോൾ സൈജു കുറുപ്പ് ഉയരല്ലേ. ഇത് ഈ കമന്റിൽ മറ്റേ ആരോ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ കരയണോ ചിരിക്കണോ എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ കമന്റ് ഞാൻ ഈ കമന്റ് അല്ല, ഇതുപോലത്തെ കമന്റ്സ് ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടയ്ക്ക് മെസ്സേജസും വരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ
മാളികപ്പുറവും പിന്നെ അഭിലാഷവും ഭരതനാട്യവും ഒക്കെ OTT-ലൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഇതുപോലത്തെ കുറച്ച് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവർ പറയുന്നത് ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ഇവർ തുടങ്ങുന്നത്. ഹലോ ചേട്ടാ, എന്താണ് ഓപ്പണായിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുവാണ്. ഞങ്ങൾ മറ്റേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേട്ടൻ്റെ മറ്റേ പോസ്റ്റർ കണ്ടത്, അല്ലെങ്കിൽ സിനിമ കണ്ടത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇയാളുടെ കാര്യം എന്താകുമെന്ന് തോന്നുന്നു. അങ്ങനെ ചിലവർ പറയും ഇയാളൊക്കെ ആരാ സിനിമയിലെടുത്തത്, പിന്നെ എന്താണ് അഭിനയം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ചേട്ടൻ്റെ സിനിമകൾ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ അതേ നിങ്ങളിപ്പം ഭരതനാട്യം അല്ലെങ്കിൽ അഭിലാഷത്തിൽ വന്ന് നിൽക്കുന്നു. ഇപ്പം നിങ്ങളൊരു പടത്തിലുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് പടം കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ പറയും, എടാ ഇപ്പം ഇഷ്ടമാണെന്ന് പറയണത് ഓക്കെ, എന്തിനാണ് ഈ പഴയ കാര്യമൊക്കെ ഇവർ പറയണത്? ഞാൻ പറഞ്ഞാൽ അവർ ഭയങ്കര ജെന്യൂനായിട്ട് ഒരു അറിയിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ അവർ ഓപ്പണായിട്ട് പറയുമ്പോഴത്തേക്കും അവർ ഈ ജെന്യൂനായിട്ട് പറഞ്ഞു, അതിന് ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നമ്മളോട് എന്താണ് ഇഷ്ടവും റെസ്പെക്റ്റ് കൂടുകയാണ്. സോ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതല്ലേ ഹീറോയിസം. അതല്ലേ നമ്മൾ ആ തന്നെ ഒരാൾ നമ്മളോട് ഒന്ന് പറയുക, നിങ്ങൾ എനിക്ക് ആ താല്പര്യം, പക്ഷെ ഇപ്പൊ അതല്ലേ ശരിക്കും മാറ്റി അവരെ കൊണ്ട് നമ്മൾ മാറ്റി പറയിപ്പിച്ചില്ലേ. പോളിമാൻ പ്രൗഡ്. പുള്ളിയുടെ മുഖത്തെ, അതായത് നമ്മുടെ അറക്കൽ അബുവിന്റെ ആ ഒരു ഷൂട്ടിന്റെ സമയത്ത് ഇങ്ങനെ ഇറങ്ങി വന്നില്ലേ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആട് 3യുടെ ഒരു ഇത്, അതിൽ വന്ന കമൻ്റാണ്, പുള്ളിയുടെ മുഖത്തെ ആ സന്തോഷം ആവേശവും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അബു ആയപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ കഥാപാത്രം വേറെ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും? സങ്കല്പിക്കാൻ പോലും പറ്റൂല. പ്ലീസ്. അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യണോ അല്ലേ? ഞാൻ ഈ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരും എനിക്കത് അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കമൻറ്റാണ്. ശരിയാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ തുടങ്ങിയത് പാസ്റ്റ് ടൈം ലൈൻ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ അറക്കൽ അബുവിലേക്ക് എത്താനുള്ളൊരു ഒരു വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് മറ്റേ പ്രസൻറ്റിലേക്ക് എത്തണം. വേറൊന്നും കൊണ്ടല്ല, ഒന്നാമത് ഈ കുതിരസവാരിയും കാര്യങ്ങളൊക്കെയാണ് ഈ പാസ്റ്റ് ടൈം ലൈനിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ എത്ര പെട്ടെന്ന് നേടാനുള്ളൊരു ഇത് കൂടെയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ ഞാൻ കാരവനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ക്യാമറ ഫോളോ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് പിടിക്കാന്നാണ്. പക്ഷെ എനിക്കത് പിടിക്കാൻ പറ്റില്ല. വെച്ചാൽ ഞാൻ എക്സൈറ്റഡ് ആണ് ഓൾറെഡി, അതെനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇറങ്ങി വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എക്സൈറ്റ്മെന്റ് വേറെ ആർക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം അങ്ങനെ തോന്നുമായിരിക്കും. ബട്ട് ഇതിപ്പോൾ നമ്മൾ എന്നെ കണ്ട് ശീലിച്ചുകൊണ്ടാണ് അറക്കൽ പോയിട്ട്. വേറൊരു ആക്ടർ ആയിരുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ പറ്റി ഇത് പറഞ്ഞേനെ. അപ്പം നോ വൺ ഈസ് ഇർറീപ്ലേസബിൾ. എല്ലാവർക്കും റീപ്ലേസ്മെൻ്റ് ഉണ്ട്, മനസ്സിലായി അല്ലേ? അപ്പം അറക്കൽ അബു ഇപ്പം ഞാനായതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ ഹെൽത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പം ഇതിൻ്റെ അടുത്ത പാർട്ടോ എൻ്റെ അടുത്ത പാർട്ടോ ഒക്കെ വരുമ്പോഴത്തേക്ക് അപ്പോഴും നമുക്ക് ഹെൽത്തൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ തന്നെയായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെ വേണമെങ്കിൽ നമുക്ക് എന്താണ് എപ്പോൾ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അപ്പം അത് നമ്മുടെ മൈൻഡിലുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ ഗ്രൗണ്ടഡായിട്ട് നമ്മൾ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് എന്നും എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് ഒരു ചെറിയൊരു അസുഖം വന്നാൽ തീരാവുന്ന സാധനങ്ങളേ ഉള്ളൂ, അല്ലേ ആരുടെ ലൈഫിലും. ആട് 3 പാർട്ട് 1 എന്ന് താഴെ എഴുതിയിട്ടുണ്ടായി. അപ്പോൾ ഇനി പാർട്ട് 2 ഉണ്ടോ? പാർട്ട് ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ അത്രയും എന്താണ് ഇഗ്നറൻ്റ് ആണോ എന്ന് നിങ്ങൾ വിചാരിക്കും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതിനെപ്പറ്റി ഒരു പാർട്ട് ഉണ്ടെന്നുള്ളത്. ഇത് ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഞാൻ മൊത്തം ട്രെയിലർ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് കാണുവാണ്. അപ്പം 1 ലാസ്റ്റ് റൈഡ് അതെനിക്കറിയാം, ടാഗ് ലൈൻ അതാണ്. അതിൻ്റെ പാർട്ട് 1 എന്ന് എഴുതി കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് അപ്പം പാർട്ട് 2 ഉണ്ടോ? പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ഞാൻ മനസ്സിലാക്കിയത്, മിഥുൻ തന്നെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അടുത്തൊരു പാർട്ട് ഉണ്ടാവും. അങ്ങനെയാണ് മിഥുൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. മിഥുനോട് ഞാൻ ഡയറക്റ്റ് ഇതായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇനിയിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം തന്നെയാണല്ലോ, പാർട്ട് 1 എന്ന് പറയുമ്പോൾ പാർട്ട് 2 കാണുമല്ലോ, അല്ലെങ്കിൽ പിന്നെ പാർട്ട് 1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ലൊക്കേഷൻ മൊത്തം ഇങ്ങേരുടെ ഫാൻസ് ആണ്. നമ്മൾ
നല്ലപോലെ ബിഹേവ് ചെയ്യുമ്പം ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. കുറച്ച് ആൾക്കാർ അത് ഫോർ ഗ്രാൻറ്റഡ് കൊടുക്കും. അപ്പോൾ അവർക്ക് അവരുടെ ഈ കുറച്ച് പേർക്കെങ്കിലും അവരുടെ പെരുമാറ്റം നമ്മളോട് കുറച്ച് ഡാർക്കായിരിക്കും, നമുക്ക് ഡാർക്ക് അടിക്കും. കാരണം ഫോർ ഗ്രാൻറ്റഡ് എടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊന്നും തിരിച്ചു പറയില്ല. നമ്മളെല്ലാവരോടും വളരെ നല്ലപോലെ എല്ലാവരും കാണുമ്പോഴത്തേക്കും നമ്മൾ സ്മൈൽ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അത് നമ്മളങ്ങനെയാണ് അല്ലേ എന്ന് വെച്ച് നമ്മൾ പൊട്ടനോ അതൊന്നും അല്ല, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യില്ല അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഈ നമുക്ക് വലിയ സൂഹിക്കാത്ത തമാശകൾ പറയുക അങ്ങനത്തെയൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ എല്ലാ ലൊക്കേഷനിലും സംഭവിക്കും, എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അങ്ങനെ റിയാക്ട് ചെയ്യും? ഞാൻ റിയാക്ട് ചെയ്യില്ല. ഞാൻ പിന്നെ അവരെ നോക്കുപോലുമില്ല. എന്നുവെച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം ഡാർക്ക് അടിച്ച ആൾക്കാർ വീണ്ടും ഇതിന് നമ്മൾ ഡാർക്ക് അടിക്കാൻ പോകുന്നു, അവരെ പിന്നെ നോക്കി അവരുമായിട്ട് സംസാരിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ അങ്ങ് പോകും. അവരെ നമ്മൾ ഹേർട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ നമ്മുടെ രീതിയിൽ അങ്ങ് പോകും. വെച്ചാൽ മെജോറിറ്റി ആൾക്കാരെ നമുക്ക് ഇഷ്ടമാണല്ലോ, അവരോട് സംസാരിച്ചാൽ മതി. ഈ 1-2 പേരെ അവർ സൈഡിൽ നിന്നോളും, ഇഗ്നോർ ചെയ്ത് വിടും. ഈ പാവത്തിനൊക്കെ രുതിരപ്രിയെന്നൊക്കെ. ഈ രുതിരപ്രിയ എന്ന് പറഞ്ഞാൽ മറ്റേ രുതിര എന്ന് പറഞ്ഞാൽ എന്താണ്? രുതിരയുടെ നോക്കി, രുതിരയുടെ നോക്കാം. ബ്ലഡ് ഓർ ദ കളർ റെഡ് സാൻസ്ക്രിറ്റില്. ഓ അപ്പൊ കറക്റ്റാണ്. ചോര മോത്തരിച്ചത്. അയ്യോ, രുതിരപ്രിയൻ. മഞ്ജിത്ത് എഴുതിയ വരികളാണ്, വല്ലാത്ത ലിറിക്സ്. അയ്യോ എന്നാലും അത് കൊള്ളട്ടെ. അതാണത് കമന്റിൽ പറയുന്നത്. ഈ പാവത്തിനൊക്കെ രുതിരപ്രിയ വിളിക്കൂ. അയ്യോ, പക്ഷേ തുടക്കത്തിൽ അറക്കലബുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ വെച്ചിട്ട് അത് ചേരുന്നതാണ്. പിന്നെ ഈ മറ്റേ താങ്കൾ പറഞ്ഞ മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ചീറ്റി പോകുന്നത്. അപ്പൊ പിന്നെ നമ്മളിത് വിചാരിക്കും ശരിയായി പാവത്തിനൊക്കെ. അയ്യോ, പിന്നെ ഒരു മാറ്റം ഇല്ലല്ലോ ഇങ്ങേർക്ക്. ഇപ്പത്തെ പുതിയ ഒരു വീഡിയോ ഉണ്ട് പാടിന്റെ തന്നെ. ഒരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് പറയാനാണ്. ഞാൻ കുറച്ച് ആഹാരമൊക്കെ കഴിക്കുന്ന കുറച്ച് സൂക്ഷിച്ചൊക്കെയാണ് കഴിക്കുന്നത്. വർക്കൗട്ട് വല്ലപ്പോഴും ഇടയ്ക്ക് ഭാര്യ നിർബന്ധിക്കുമ്പോൾ ചെയ്യും. ഭാര്യയല്ല മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്യണമെന്നാണ്. ഭാര്യ ക്രിട്ടിക്കാണ്. അത് അല്ല, അങ്ങനെ ആരെങ്കിലും നമുക്ക് പറഞ്ഞുതരാൻ വേണമല്ലോ. നമുക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മളൊക്കെ എന്താണ് വർക്കൗട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം പറ്റില്ല. ഭാര്യ ആയതുകൊണ്ട് പിന്നെ ദേഷ്യപ്പെടാനും പറ്റില്ല. നൈസായിട്ട് നമ്മൾ നാളെ രാവിലെ കഴിഞ്ഞിട്ട് ജിമ്മിൽ പോവാട്ടോ സൈജു പറഞ്ഞാൽ രാവിലെ എണീക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാൻ പറയും വൈകുന്നേരം ഉറപ്പായിട്ടും പോവാം. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ഇന്ന് രാവിലെ എന്നോട് മറ്റേ ഒരു പേപ്പറിൽ എഴുതി മേടിച്ചു, അത് രാവിലെ ഞാൻ ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ എനിക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഉച്ചയ്ക്കത്തെ നമ്മുടെ ഈ റെക്കോർഡിങ് ആ സമയത്ത് പ്ലാൻഡ് അല്ലായിരുന്നു. വൈഫായിട്ട് ഞാൻ സംസാരിക്കുന്നത് 7:30 മണിക്ക്. 8:30 മണിക്കാണ് ഞാൻ അറിയുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പം എന്നോട് വൈറ്റ് പേപ്പറിൽ, മോൻ്റെ വൈറ്റ് പേപ്പറിൽ എന്നെ കൊണ്ട് എത്ര മണി ജിമ്മിൽ പോകുന്നു എന്നോട് സൈൻ ചെയ്ത് വയ്ക്കാൻ. അത് ഞാൻ സൈൻ ചെയ്ത് വെച്ചു. അത് എപ്പോഴാണ് 8:30 ഈ ന്യൂസ് കിട്ടുന്നത് ഇത് പടം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഇന്ന് എത്ര മണിക്ക് വരും? ഞാൻ പറഞ്ഞ 2 പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 6:30-7. അപ്പോൾ ജിമ്മ് ഞാൻ നേരത്തെ വന്നിട്ട് ജിമ്മിൽ പോകാം. അങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അറിയാൻ തോന്നുന്നു അവിടെ നിന്ന് ഉടായിപ്പാണെന്നല്ലേ. അപ്പോൾ എന്താണ് ഇനി നമ്മുടെ ഈ ഒരു ആടുത്രി ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ആൾക്കാരോട് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അപ്പുറത്തായിരിക്കും നമ്മൾ ഡെലിവർ ചെയ്യാൻ പോകുന്നത്. ഇനി ബാക്കിയെല്ലാം അവരുടെ കയ്യിലാണ്. ഇപ്പം എന്താ പറയുക, ആട് 1ഉം 2ഉം ഏത് നമ്മൾ മാഗ്നിറ്റ്യൂഡിലാണ് നമ്മൾ ഉണ്ടാക്കിയത് അതിനേക്കാളും ഒരു വലിയ മാഗ്നിറ്റ്യൂഡിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ ബഡ്ജറ്റിലും. എന്നാൽ ഇപ്പം പഴയ കാലഘട്ടമാണെങ്കിലും എന്താണ് എല്ലാ സീൻസിലും നമുക്ക് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ചിരിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ഐ തിങ്ക് ഓഡിയൻസ് വിൽ ലൈക്ക് ഇറ്റ് ആൻഡ് ഓഡിയൻസ് ഉറപ്പായിട്ട് ഇത് സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ എന്തായാലും ആദ്യ ദിവസം തന്നെ പോയി കാണും. പിന്നെ മാർച്ച് 19 ദുരന്തറും കൂടെ റിലീസ് ആവുന്നുണ്ട്. ആദ്യം ഏതാ കാണുമ്പോൾ? ആദ്യം ഉറപ്പായിട്ടും ആടായിരിക്കും. ദുരന്തർ 1 ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയും അക്ഷയ് ഖന്നയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ദുരന്തർ 2 ഞാൻ ഉറപ്പായിട്ടും കാണും. പക്ഷേ ഡെഫിനറ്റ്ലി എന്നുവെച്ചാൽ ആട് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല.
ആ ഇതിന്റെ ഫുള്ള് ഓക്കെ ഓക്കെ ഇത് ഫുള്ള് ഞാൻ ഡബിങ് സമയത്ത് എൻ്റെ സീൻസ് മാത്രമേ കണ്ടു, അല്ലാണ്ട് മൊത്തം കണ്ടില്ല. അല്ലാണ്ട് മൊത്തം ഈ മൊത്തത്തിൽ കഴിഞ്ഞിട്ട് കാണലുണ്ടല്ലോ ആ ഉവ്വ് ഉവ്വ്. അത് കണ്ടിട്ടില്ല. സോ ഐ വോണ്ട് ദാറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. എനിക്ക് ആട് 1ഉം 2ഉം ഞാൻ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് പദ്മയിലാണ് കണ്ടത്. ഇപ്രാവശ്യം എവിടെയാണ് ഇവർ പ്ലാൻ ചെയ്യണമെന്ന് അറിയില്ല, എല്ലാവരും കൂടെ പോകാൻ പ്ലാൻ ചെയ്യുന്ന അറിയില്ല. ബട്ട് ഐ വോണ്ട് ടു സിറ്റ് വിത്ത് ദ ഓഡിയൻസ് ആൻഡ് എൻജോയ് ദ മൂവി. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ആ ഡയലോഗ് എന്ന് പറയും. ഏതാ? കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴക്കുഞ്ഞ അത്രയും വരും ഒരു പീറാട് പറയും. അത് ആൾക്കാർക്ക് ബോറടിക്കല്ലേ? ഇനി ഞാൻ പറഞ്ഞു ബോറടിക്കാന് വാട്ട് ആർ യു സേയിങ്? ഞങ്ങൾക്കത് ഇനി വയ്യ, ഇനി വേണം. കഴിഞ്ഞ ഓണത്തിന് ഓക്കെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയെടുത്തപ്പോ ആറ്റിറ്റ്യൂഡും വേണം. അരക്കിലപ്പോ അപ്പൊ ഭീകരനാ സാധനം. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കൈയറുത്തപ്പോൾ കട്ടച്ചോരയെ മുഖത്ത് തെറിച്ചത് അത്രയ്ക്കും വരില്ലൊരു പീറാണ്. നീ ഇതിനെ വണ്ടി കയറ്റി ക്ലീറ്റസേ. പൊളി. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡയലോഗുകളും ഒരുപാട് കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് ആട് 3 നമുക്ക് കിട്ടട്ടെ. ആട് 3 കിടിലൻ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്. ജസ്ന. താങ്ക് യു.